+1 കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്തത് ചാപ്റ്റർ 4 കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. ഇപ്പോൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് VSEP തിയറി വെച്ചിട്ട് മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ടോപ്പിക്ക് ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ ഇൻ വിച്ച് സെൻട്രൽ ആറ്റം ഹാസ് ലോൺ പെയർ. സെൻട്രൽ ആറ്റത്തിന് ലോൺ പെയർ വന്നിട്ടുണ്ടെങ്കിൽ മോളിക്കുലർ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ 2-3 ക്ലാസ്സുകൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ വാട്ടർ മോളിക്കുലർ സ്ട്രക്ചർ കണ്ടു, അമോണിയയുടെ സ്ട്രക്ചർ കണ്ടു, സൾഫർ ഡൈ ഓക്സൈഡ് കണ്ടു. ഇത് മൂന്നും സെൻട്രൽ ആറ്റത്തിൽ ലോൺ പെയർ ഉള്ളതായിരുന്നു. ഇനി ആ കാറ്റഗറിയിൽ വരുന്ന ഈ ലോൺ പെയർ ഉള്ള കാറ്റഗറിയിൽ വരുന്ന വേറെ 2 മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചറും കൂടി നമുക്കിന്ന് നോക്കാം. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് AB4E ടൈപ്പ് മോളിക്യൂൾ. AB4E ടൈപ്പ്. ഇപ്പോൾ എ ഓൾറെഡി നിങ്ങൾക്കറിയാം, എ എന്നുള്ളതാണ് സെൻട്രൽ ആറ്റം. എല്ലാ ക്ലാസ്സുകളിലും ഞാനിത് എടുത്തെടുത്ത് പറഞ്ഞത്, അപ്പോൾ നിങ്ങൾക്ക് എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രാക്ടീസ് ആകും. ബി എന്ന് പറയുന്നതാണ് ബോണ്ടിങ് പെയർസ്, അതായത് ബോണ്ടഡ് ആറ്റംസ്. ദെൻ ഇ എന്ന് പറയുന്നത് ലോൺ പെയർ ആണ്. ഓക്കെ, ഇപ്പം AB4E ടൈപ്പ് മോളിക്യൂളിൽ നമുക്ക് ഇതിൽ കൊടുക്കാവുന്ന ഒരു നല്ല എക്സാമ്പിളാണ് SF4 മോളിക്യൂൾ, സൾഫർ ടെട്രാഫ്ലൂറൈഡ്. SF4. സോ എ ആണ് ഇവിടുത്തെ എസ്, B4 എന്ന് പറയുന്നത് F4 ആണ്. ഇ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ലോൺ പെയർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണിക്കുന്നില്ല. സോ ഇറ്റ് മീൻസ് ഇറ്റ് ഹാസ് ഓൺലി 1 ലോൺ പെയർ. സോ നമ്പർ ഓഫ് ബോണ്ടിങ് പെയർ എത്രയാണ്? 4. ബോണ്ടിങ് പെയർസ് 4. ലോൺ പെയർ LP ഇ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ് മീൻസ് ഇറ്റ് ഇസ് 1. ഓക്കെ, നമുക്ക് സൾഫറിൻ്റെ അറ്റോമിക് നമ്പറിൽ നിന്ന് എഴുതി തുടങ്ങാം. സൾഫറിൻ്റെ അറ്റോമിക് നമ്പർ 16. So write electron configuration. So 1s2, 2s2, 2p6, 3s2, 3p4 configuration. So ഇതിൽ ലാസ്റ്റ് ഷെൽ എടുത്ത് 3s2, 3p4. അപ്പോൾ അതിൽ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? 6. ഈ 6 വാലൻസ് ഇലക്ട്രോണിൽ SF4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ 4 ഇലക്ട്രോൺസ് ബോണ്ടിങ് പെയർ ആണ്, ബാക്കി 2 എണ്ണം ലോൺ പെയർ ആണ്. ഐ മീൻ 2 ഇലക്ട്രോൺസ് ലോൺ പെയർ ആയിട്ട്, 2 എണ്ണം ഒരുമിച്ച് ചേർന്ന് ഒരു പെയർ ആയിട്ട് നിൽക്കും. ഇതാണ് ലോൺ പെയർ 2. 4 നമുക്ക് ബോണ്ടിങ് പെയർ ആണ്. സ്ട്രക്ചർ വരച്ചിട്ടുണ്ടെങ്കിൽ സൾഫർ സെൻറ്ററിൽ കൊടുക്കുക, 2 ഫ്ലൂറിൻ ഇങ്ങനെ വരച്ചു, നെക്സ്റ്റ് 2 ഫ്ലൂറിൻസ് ഇങ്ങനെ കൊടുക്കുക. ഇത് രണ്ടും ആക്സിയൽ പൊസിഷനിലാണ് വരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വരച്ച 2 ഫ്ലൂറിൻ അത് രണ്ടും ഇക്വറ്റോറിയൽ പൊസിഷനിലാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ലോൺ പെയർസ്, ഒരു ലോൺ പെയർ ഉള്ളൂ, ഇതിങ്ങനെ കൊടുത്തു. ഈ സ്ട്രക്ചറിൻ്റെ ജോമെട്രി, ഐ മീൻ ഈ മോളിക്കുലർ ജോമെട്രി എന്ന് പറയുന്നത് സീസോ ടൈപ്പാണ്. സീസോ പറഞ്ഞു കഴിഞ്ഞാൽ സീസോ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. സീസോ ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ അല്ലെങ്കിൽ ജോമെട്രി എന്ന് പറയുന്നത് സീസോ ജോമെട്രി. ഇനി ഇതിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടുത്തെ റിപ്പൽഷൻ്റെ കാര്യമാണ് നമ്മൾ നെക്സ്റ്റ് പറയേണ്ടത്. റിപ്പൽഷൻ എടുക്കുമ്പോൾ ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ട്, ഈ ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിൽ റിപ്പൽഷൻ വരും. അപ്പോൾ റിപ്പൽഷൻസ് പൊതുവിൽ കാണുന്നത് ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ഉണ്ട്, പിന്നെ നമുക്ക് ബോണ്ട് പെയർ റിപ്പൽഷൻ ഉണ്ട്. ഇങ്ങനെ 2 ടൈപ്പ് റിപ്പൽഷനാണ് വരുന്നത്. അതായത് ഇവിടെയുള്ള ലോൺ പെയർ ഈ 4 ഫ്ലൂറിൻ അത് 4 ബോണ്ടിങ് പെയേഴ്സ് ആണ്. ഈ ബോണ്ടിങ് പെയർ റിപ്പൽ ചെയ്യും. പിന്നെ ഈ 4 ഫ്ലൂറിൻ അവരെല്ലാം ബോണ്ടിങ് ഇലക്ട്രോൺസിൽ വരുന്നത്, അവർ തമ്മിൽ റിപ്പൽ ചെയ്യും. സോ 2 ടൈപ്പ് റിപ്പൽഷൻ വരും. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ആണ് കൂടുതലായിട്ട് വരുന്നത്, ബോണ്ട് പെയർ റിപ്പൽഷനേക്കാളും. അപ്പം ഇവിടെ നമ്മളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ലോൺ പെയർ ഡിഫറെൻറ്റ് പൊസിഷനിൽ കൊടുത്ത് മോളിക്കുലർ സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ സ്ട്രക്ചറിലൊന്നും നമുക്ക് അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ലോൺ പെയർസ് നമുക്ക് ഡിഫറെൻറ്റ് പൊസിഷനിൽ കൊടുത്ത് വരയ്ക്കാൻ പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ വരച്ച മോളിക്യൂള് ഇപ്പോൾ കൊടുത്തിരുന്ന ഇക്വറ്റോറിയൽ പൊസിഷനിലാണ്. ഞാൻ ഒന്നുകൂടി സ്ട്രക്ചർ വരയ്ക്കുകയാണ്. സൾഫർ എഴുതി, ഇനി
രണ്ട് ഫ്ലൂറിൻ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു. ഈ ഫ്ലൂറിനെയാണ് ഇക്വറ്റോറിയൽ ഫ്ലൂറിൻ എന്ന് പറയുന്നത്. ഈ ഫ്ലൂറിൻസ് രണ്ടും ഇക്വറ്റോറിയൽ പൊസിഷനിലാണ്. ഓക്കെ, ഇപ്പൊ ലോൺ പെയർ ഞാൻ ഇക്വറ്റോറിയൽ പൊസിഷനിൽ കൊടുക്കുന്നു. ഓക്കെ, ഇത് മൂന്നും ആക്ച്വലി ഒരു ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു ലോൺ പെയറും പിന്നെ നമ്മുടെ ഫ്ലൂറിനും. ഓക്കെ, ഇത് മൂന്നും കൂടി ഇക്വറ്റോറിയൽ പൊസിഷനിൽ വന്നു. ഇനി ബാക്കി രണ്ട് ഫ്ലൂറിൻ ആറ്റം അത് ഞാൻ വേറെ കളർ കൊടുത്ത് റെപ്രസെന്റ് ചെയ്യാം. ഇത് ഫസ്റ്റത്തെ ഫ്ലൂറിൻ. ഞാൻ ഈ പിങ്ക് കളറിൽ കൊടുത്തിരിക്കുന്നത് രണ്ടും ആക്സിയൽ പൊസിഷനിലുള്ള ഫ്ലൂറിൻ ആണ്. ഓക്കെ, അപ്പൊ ബ്ലൂ കളറിലെ ഫ്ലൂറിൻ എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ പൊസിഷൻ, ഇത് ഇക്വറ്റോറിയൽ പൊസിഷൻ. ഇനി ഈ മുകളിലും താഴത്തും വരച്ചിരിക്കുന്ന രണ്ട് ഫ്ലൂറിൻ ആറ്റംസ് ഉണ്ട്, അത് രണ്ടും ആക്സിയൽ പൊസിഷനാണ്. ഇത് സ്ട്രക്ചർ 1 അങ്ങോട്ട് കൺസിഡർ ചെയ്തോളൂ. അപ്പൊ ഇവിടെ ലോൺ പെയർ ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. ലോൺ പെയർ ഈസ് ഇൻ ഇക്വറ്റോറിയൽ പൊസിഷൻ. ഇങ്ങനെ വരുമ്പോ ഈ മോളിക്യൂൾസിന് ഈ രണ്ട് ബോണ്ട് പെയറുകൾ, അതായത് തൊട്ടിപ്പുറം നിൽക്കുന്ന ആക്സിയൽ പൊസിഷനിൽ നിൽക്കുന്ന രണ്ട് ഫ്ലൂറിനാറ്റമായിട്ട് മാത്രമേ ഇവർ തമ്മിൽ റിപ്പൽ ചെയ്യേണ്ടി വരുന്നുള്ളൂ. അതിന് കാരണം ബാക്കി രണ്ട് ഫ്ലൂറിൻ അതർ സൈഡിലാണ്. ഇതൊരു ട്രയാങ്കിൾ പോലെ ഏകദേശം ഇരിക്കുന്നത്. ഇക്വറ്റോറിയൽ പൊസിഷനിൽ വരച്ചിരിക്കുന്ന മൂന്നും ഒരു ട്രയാങ്കിൾ, ലോൺ പെയറും രണ്ട് ഫ്ലൂറിനും തമ്മിൽ ട്രയാങ്കിൾ പോലെ വരും ഏകദേശം. അപ്പൊ ഈ ലോൺ പെയറിന്റെ റിപ്പൽഷൻ വരുന്നത് ആക്സിയൽ പൊസിഷനിലുള്ള രണ്ട് ഫ്ലൂറിനായിട്ടായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് രണ്ട് 2 LP-BP റിപ്പൽഷനേ വരുന്നുള്ളൂ. ഓക്കെ, സ്ട്രക്ചർ 1 നമ്മൾ എടുക്കുമ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് വളരെ ശ്രദ്ധിക്കുക. ഫസ്റ്റത്തത് ലോൺ പെയർ ഇക്വറ്റോറിയൽ പൊസിഷനിൽ വന്നു കഴിയുമ്പോൾ ഈ ഇക്വറ്റോറിയൽ പൊസിഷനിലുള്ള ലോൺ പെയറിന് മേളിലും താഴെയും ആക്സിയൽ പൊസിഷനിൽ വരുന്ന രണ്ട് ഫ്ലൂറിനാറ്റമായിട്ട് മാത്രമായിട്ട് റിപ്പൽഷൻ വരുന്നുള്ളൂ. LP-BP റിപ്പൽഷൻ ഇവിടെ വരുന്നു. ഇനി ഇത് തന്നെ ഈ സ്ട്രക്ചർ തന്നെ ഞാൻ ഈ ലോൺ പെയർ ആക്സിയൽ പൊസിഷനിൽ കൊടുത്ത് വരയ്ക്കാൻ പോകുന്നു. അത് നമുക്ക് എങ്ങനെ ഇരിക്കും നോക്കാം. അതിനായിട്ട് വീണ്ടും ഒരു സ്ട്രക്ചർ വരയ്ക്കാം. സൾഫർ വരച്ചു. ഓക്കെ, ആസ് യൂഷ്വൽ നമുക്ക് രണ്ട് ഫ്ലൂറിൻ ഇവിടെ ഇക്വറ്റോറിയൽ പൊസിഷൻ. ഇപ്പം ഞാൻ വരച്ചിരിക്കുന്ന രണ്ടും ഇക്വറ്റോറിയൽ പൊസിഷനിലുള്ളതാണ്. മൂന്നാമത്തെ ഫ്ലൂറിന് ഞാൻ ഇക്വറ്റോറിയൽ പൊസിഷനിൽ കൊടുക്കുന്നു. ഇനി നമ്മുടെ ലോൺ പെയറിന് ഞാൻ ഇതേ പൊക്കത്ത് വരച്ചു. ഇത് ആക്സിയൽ പൊസിഷനാണ്, ഇത് മുകളിൽ വരച്ചു. ഓക്കെ, ഇത് ആക്സിയൽ പൊസിഷനിലുള്ള വരുന്നത്. ഇനി ഒരു ഫ്ലൂറിനും കൂടി ഉണ്ടല്ലോ, ആ ഫ്ലൂറിൻ താഴേക്ക് കൊടുത്തിരിക്കണം. ഓക്കെ, ഈ സ്ട്രക്ചർ നമുക്ക് സ്ട്രക്ചർ 2 എന്നിരിക്കട്ടെ. ഈ സ്ട്രക്ചറിലേക്ക് നോക്കിക്കേ, ഇവിടെ ഈ സ്ട്രക്ചർ 2-ന് ഈ ആക്സിയൽ പൊസിഷനിലാണ് ലോൺ പെയർ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ലോൺ പെയർ ഏത് പൊസിഷനിലാണ്? ആക്സിയൽ പൊസിഷൻ എന്നാ പറയുക. ആക്സിയൽ പൊസിഷനിൽ വരുന്നത് കാരണം ഓക്കെ ഇതിന് തൊട്ടടുത്ത് നിൽക്കുന്ന 3 ഫ്ലൂറിനായിട്ടും റിപ്പൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് 3, അതായത് 3 ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഈ ലോൺ പെയർ ആക്സിയൽ പൊസിഷനിലല്ലേ നിൽക്കുന്നേ. അപ്പോൾ അത് ഫസ്റ്റ് ഫ്ലൂറിൻ, സെക്കൻഡ് ഫ്ലൂറിൻ, തേർഡ് ഫ്ലൂറിൻ, ഈ മൂന്നുമായിട്ട് ഇവർ റിപ്പൽ ചെയ്യും. അപ്പം 3 ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ഇവിടെ വരും. അപ്പോൾ സ്ട്രക്ചർ 1ഉം 2ഉം കമ്പയർ ചെയ്തിട്ട് ഏതാണ് കൂടുതൽ സ്റ്റേബിൾ സ്ട്രക്ചർ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഏതാണ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് വരുന്നത്? എവിടെയാണോ റിപ്പൽഷൻ കുറവ് ആ സ്ട്രക്ചറാണ് സ്റ്റേബിൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്ക് പറയാൻ പറ്റും സ്ട്രക്ചർ 1-ൽ ആകെ 2 റിപ്പൽഷനേ വരുന്നുള്ളൂ, 2 LP-BP റിപ്പൽഷൻ. സ്ട്രക്ചർ 2-ൽ 3 LP-BP റിപ്പൽഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ ലോൺ പെയർ ആക്സിയൽ പൊസിഷനിലാണ്, അപ്പോൾ റിപ്പൽഷൻ കൂടും. തൊട്ടപ്പുറത്ത് രണ്ട് സൈഡിൽ നിൽക്കുന്ന 3 ഫ്ലൂറിനായിട്ട് ഇവർ റിപ്പൽ ചെയ്യേണ്ടി വരും. അപ്പോൾ പൊതുവെ സ്റ്റെബിലിറ്റി കുറയും. നമ്മൾ പറയും സ്ട്രക്ചർ 1, അതായത് ഈ സ്ട്രക്ചർ 1 ഈസ് മോർ സ്റ്റേബിൾ ഓക്കെ ദാൻ സ്ട്രക്ചർ 2. എന്തുകൊണ്ടാണ് സ്ട്രക്ചർ 1 കൂടുതൽ സ്റ്റേബിൾ ആയത്? അതിൻ്റെ റീസൺ ആണ് ഞാൻ ഈ മേളിൽ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു റൈറ്റ് ലോൺ പെയർ ഈസ് ഇൻ ദി ഇക്വറ്റോറിയൽ പൊസിഷൻ. സെക്കൻഡ് റീസൺ പറയേണ്ടത്
ലോൺ പെയർ ഇക്വറ്റോറിയൽ പൊസിഷനിലായത് കാരണം ഇറ്റ് ഹാസ് ടു സഫർ ഓൺലി 2 LP-BP repulsions. So it is more stable than structure 2. സ്ട്രക്ചർ 2-ൽ എന്താ പ്രശ്നം? സ്ട്രക്ചർ 2-ൽ ലോൺ പെയർ ആക്സിയൽ പൊസിഷനിലാണ്. ആക്സിയൽ പൊസിഷനിൽ വരുമ്പോൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന 3 ഫ്ലൂറിനാറ്റുമായിട്ടും ഇവർ റിപ്പൽ ചെയ്യേണ്ടി വരും. സോ ഇറ്റ് ഈസ് ലെസ് സ്റ്റേബിൾ. ഓക്കെ, ഇതാണ് നമ്മളുടെ SF4-ന്റെ സ്ട്രക്ചർ വരുന്നത്. ഇനി ഇതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് മോളിക്യൂളാണ് ClF3. അതൊന്ന് നോക്കാം. ClF3യുടെ സ്ട്രക്ചർ ടൈപ്പ് നമ്മൾ പറഞ്ഞ AB3E2 ടൈപ്പ് മോളിക്യൂളാണ്. AB3E2 ടൈപ്പ്. AB3E2 ടൈപ്പ്. AB3 എന്ന് വെച്ചാൽ അറിയാം, സെൻട്രൽ ആറ്റം. ബി എന്നുള്ളത് ബോണ്ടിങ് പെയർ, ഇ എന്നുള്ളത് ലോൺ പെയർ അല്ലേ. പിന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ClF3 മോളിക്യൂളാണ്. ClF3 മോളിക്യൂളിന് സെൻട്രൽ ആറ്റം ക്ലോറിൻ ആണ്. B3 ബോണ്ടിങ് പെയേഴ്സ് 3 എണ്ണം, അത് 3 ഫ്ലൂറിനായിട്ട് കമ്പൈൻ ചെയ്യും. പിന്നെ ലോൺ പെയർ E2 എന്നുള്ളത് ലോൺ പെയർ ആണ്. അപ്പോൾ എത്ര ലോൺ പെയർ ഉണ്ട് ഇവിടെ? 2 ലോൺ പെയർ. ലോൺ പെയർ 2, ബോണ്ട് പെയർ 3 ആണ്. കാരണം ClF3 എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. സോ ബോണ്ട് പെയർ 3. ഓക്കെ, നമുക്ക് ക്ലോറിന് സ്റ്റാർട്ട് ചെയ്യാം. ആസ് യൂഷ്വൽ ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ എഴുതാം 17. സോ 1s2 2s2 2p6 3s2 3p5. വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. 7 ഇലക്ട്രോൺസിൽ നിങ്ങൾ നോക്കിക്കേ, ബോണ്ടിങ്ങിൽ വരുന്നത് 3 എണ്ണമാണ് വരുന്നത്. ClF3 എന്നാണ് പറയുന്നത്, F3. സോ 3+4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് 3 എഴുതിയത്? ClF3 3 ബോണ്ടിങ് പെയർ ആണ് വരുന്നത്. ഇനി ഈ 4 എന്ന് പറയുന്ന സംഗതി ലോൺ പെയർ ആയിരിക്കും. അത് 2 ലോൺ പെയർ വരും. അതുകൊണ്ടാണ് LP2 BP3 എന്ന് ഇട്ടിരിക്കുന്നത്. ബോണ്ടിങ് പെയർ 3, ലോൺ പെയേഴ്സ് 2. 4 ഇലക്ട്രോൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ലോൺ പെയേഴ്സ് വരുന്നു, പെയർ ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, പിന്നെ സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാൻ നേരത്ത് ആദ്യം ക്ലോറിൻ വരയ്ക്കാം. ക്ലോറിൻ സെൻട്രൽ ആറ്റം, ദെൻ ClF3 ഇതല്ലേ. അപ്പം നമുക്ക് 3 ഫ്ലൂറിൻ വരയ്ക്കണം. 3 ഫ്ലൂറിനും 2 ലോൺ പെയറും വരയ്ക്കണം. അപ്പം ഇവിടെ വരുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ആക്സിയൽ പൊസിഷനും ഇക്വറ്റോറിയൽ പൊസിഷനും ഒക്കെ ഉണ്ട്. നേരത്തെ SF4 പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് ആക്സിയൽ പൊസിഷനിലും വരയ്ക്കേണ്ടി വരും, ഇക്വറ്റോറിയൽ പൊസിഷനിലും വരയ്ക്കേണ്ടി വരും, കാരണം ലോൺ പെയർ വരുന്നത് കാരണം. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ സ്ട്രക്ചർ ഞാൻ വരയ്ക്കാൻ പോകുന്നത് 2 ലോൺ പെയറും ഞാൻ ആദ്യം ലോൺ പെയർ വരയ്ക്കുന്നത്. 2 ലോൺ പെയർ ഞാൻ ഇക്വറ്റോറിയൽ പൊസിഷനിൽ കൊടുത്തു. ഇതൊരു ലോൺ പെയർ, ഇത് സെക്കൻഡ് ലോൺ പെയർ. ഇനി ഒരു ഫ്ലൂറിൻ കൂടെ ഞാൻ ഇക്വറ്റോറിയൽ പൊസിഷനിൽ കൊടുത്തു. ഇത് 3 ഇക്വറ്റോറിയൽ പൊസിഷനിൽ വരുന്നത്. ഓക്കെ, ഇത് 3 കൂടി ഇങ്ങനെ ഒരു ഡോട്ടൽ ലൈനായിട്ട് ജോയിൻ ചെയ്ത് വയ്ക്കാം. ഇതാണ് ഇക്വറ്റോറിയൽ ബോണ്ടുകൾ. ഇവിടെ ഇക്വറ്റോറിയൽ ബോണ്ടിൽ നമുക്കിവിടെ 2 ലോൺ പെയർ ഉണ്ട്, പിന്നെ ഒരു ഫ്ലൂറിൻ ആറ്റം ഉണ്ട്. ഒരു ഫ്ലൂറിനും കൂടി ഞാൻ വരച്ചു. 2 ലോൺ പെയേഴ്സും ഇൻ ഇക്വറ്റോറിയൽ പൊസിഷൻ. നൗ ഇനി നമുക്ക് മൊത്തം 3 ഫ്ലൂറിൻ ആണല്ലോ, ബാക്കി 2 ഫ്ലൂറിനും കൂടി റെപ്രസെന്റ് ചെയ്യണം. അത് ആക്സിയൽ പൊസിഷനിൽ കൊടുക്കാം. ഇതൊരു ഫ്ലൂറിൻ, സെക്കൻഡ് ഫ്ലൂറിൻ താഴെ കൊടുക്കാം. ഓക്കെ, ഇത് സ്ട്രക്ചർ 1 എന്നങ്ങോട്ട് ഇരിക്കട്ടെ. സ്ട്രക്ചർ 1. ഇവിടെ ഈ 2 ലോൺ പെയറും ഇക്വറ്റോറിയൽ പൊസിഷനിലായത് കാരണം ഇവർക്ക് എത്ര ഫ്ലൂറിനായിട്ട് ഇവിടെ കമ്പൈൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എത്ര ഫ്ലൂറിനായിട്ട് ഇവർ റിപ്പൽ ചെയ്യേണ്ടി വരും എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് നമുക്ക് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് 2 ഫ്ലൂറിനും കൂടി വരച്ചു നോക്കാം. അതിൻ്റെ സ്ട്രക്ചറിൽ ആ ലോൺ പെയേഴ്സ് എവിടെ ഇരിക്കുന്നു നോക്കാം. നമുക്ക് സെക്കൻഡ് ഒരു സ്ട്രക്ചർ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ക്ലോറിൻ ഞാൻ സെൻറ്ററിൽ കൊടുത്തു. ഓക്കെ, ഇനി
ഒരു ലോൺ പെയർ മാത്രം ഇക്വറ്റോറിയൽ പൊസിഷനിൽ കൊടുത്തു. ഇവിടെ ഞാനൊരു ഫ്ലൂറിൻ വരച്ചു, ഈ സൈഡിൽ ഞാനൊരു ഫ്ലൂറിൻ വരച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ ലോൺ പെയർ ഒന്ന് മാത്രമേ ഇക്വറ്റോറിയൽ പൊസിഷനിൽ വന്നിട്ടുള്ളൂ. പിന്നെ ഒരു ഫ്ലൂറിൻ മുകളിൽ കൊടുത്തു. പിന്നത്തെ താഴേക്ക് വരുന്ന ഫ്ലൂറിൻ അല്ല, ഒരു ലോൺ പെയർ ഞാൻ ഇവിടെ താഴെ കൊടുത്തു. അതായത് ഇവിടെ ഈ പൊസിഷന്റെ പ്രത്യേകത എന്താ, ഇവിടെ ഒരു ലോൺ പെയർ, വൺ ലോൺ പെയർ ഇക്വറ്റോറിയൽ ബോണ്ട് വരച്ചു, ഇക്വറ്റോറിയൽ പൊസിഷനിൽ നിൽക്കുന്നു. ഒരു ലോൺ പെയർ അക്സിയൽ പൊസിഷനിൽ വരച്ചു. ഇത് നെക്സ്റ്റ് പ്രോബബിലിറ്റി ആണ്. അപ്പോൾ ഇത് സ്ട്രക്ചർ 2 കൊടുക്കാം നമുക്ക്. പിന്നെ അടുത്ത പ്രോബബിലിറ്റി എന്താ, അടുത്ത പ്രോബബിലിറ്റിയിൽ രണ്ട് ലോൺ പെയർസും കൂടി നമ്മൾ ആക്സിയൽ പൊസിഷനിൽ കൊടുക്കാൻ പോകുന്നു. അതെങ്ങനെ ഇരിക്കും നോക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് ക്ലോറിൻ, ഓക്കെ, ഇത് ഒരു ലോൺ പെയർ, സെക്കൻഡ് ലോൺ പെയർ, ഇത് രണ്ടും ഞാൻ ആക്സിയൽ പൊസിഷനിലൊക്കെ അങ്ങോട്ട് കൊടുത്തു. ബാക്കി 3 ഫ്ലൂറിനും കൂടി ഞാൻ ഇക്വറ്റോറിയൽ പൊസിഷനിൽ വരയ്ക്കുന്നു. ഓക്കെ, ഇതൊരു ഫ്ലൂറിൻ, സെക്കൻഡ് ഫ്ലൂറിൻ, തേർഡ് ഫ്ലൂറിൻ. ഇത് 3 ഫ്ലൂറിൻ തന്നെ ഇവിടെ ഇക്വറ്റോറിയൽ പൊസിഷനാണ്. അപ്പോൾ ഇവിടുത്തെ രണ്ട് ലോൺ പെയേഴ്സും ആക്സിയൽ പൊസിഷനിൽ വന്നു. അപ്പോൾ ഈ 3 സ്ട്രക്ചർ നമ്മൾ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. സ്ട്രക്ചർ 1 രണ്ട് ലോൺ പെയേഴ്സും ഇക്വറ്റോറിയൽ പൊസിഷനിൽ. ഓക്കെ, സ്ട്രക്ചർ 2 ഒരു ലോൺ പെയർ ഇക്വറ്റോറിയൽ പൊസിഷൻ, ഒരു ലോൺ പെയർ ആക്സിയൽ പൊസിഷൻ. സ്ട്രക്ചർ 3 രണ്ട് ലോൺ പെയേഴ്സും ആക്സിയൽ പൊസിഷൻ. ഇത് ഏത് സ്ട്രക്ചറിലാണ് മിനിമം റിപ്പൽഷൻ വരുന്നത് അതായിരിക്കും കൂടുതൽ സ്റ്റേബിൾ. സ്ട്രക്ചർ 3 നോക്കിക്കേ, സ്ട്രക്ചർ 3 ആക്സിയൽ പൊസിഷനിലായത് കാരണം, രണ്ട് ലോൺ പെയേഴ്സും ആക്സിയൽ പൊസിഷനിലായത് കാരണം ഇവർക്ക് എല്ലാ സൈഡിൽ നിന്നുള്ള ഫ്ലൂറിനുമായിട്ടുള്ള റിപ്പൽഷൻ വരും. ആ ഫ്ലൂറിൻ്റെ ബോണ്ടിങ് പെയേഴ്സ് തമ്മിൽ റിപ്പൽഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അതിന് സ്റ്റെബിലിറ്റി കുറയും. അപ്പോൾ സ്ട്രക്ചർ 3 എന്ന് പറയുന്നത് ഹൈലി അൺസ്റ്റേബിൾ ആയിരിക്കും. ഇത് അൺസ്റ്റേബിൾ സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചർ 2 നോക്കിക്കേ, അവിടെ ഒരെണ്ണം ഇക്വറ്റോറിയലും ലോൺ പെയറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു ലോൺ പെയർ ഇക്വറ്റോറിയലും മറ്റേ ലോൺ പെയർ ആക്സിയലാണ്. അപ്പോൾ ഇവർക്കും കൂടുതലും എല്ലാ ഫ്ലൂറിനുമായിട്ടും ഇവർക്ക് റിപ്പൽഷൻ കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ സ്ട്രക്ചറും അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, ഇനി ഫസ്റ്റ് സ്ട്രക്ചർ നോക്കിക്കേ. ഫസ്റ്റ് സ്ട്രക്ചറിൽ രണ്ട് ലോൺ പെയേഴ്സും ഇക്വറ്റോറിയൽ പൊസിഷനിലായിരിക്കും. അത് കാരണം ഇവർക്ക് റിപ്പൽഷൻ, ഈ ബോണ്ടിങ് ഫ്ലൂറിനുമായിട്ട് ബോണ്ടിങ് പെയേഴ്സ് വരുന്നത്, ആ ബോണ്ട് പെയർ റിപ്പൽഷൻ ഇവിടെ കുറവായിരിക്കും ഇവർക്ക്. കാരണം തൊട്ടപ്പുറത്തേക്കുന്ന ഫ്ലൂറിനായിട്ട് റിപ്പൽ ചെയ്യുന്നില്ല, കാരണം രണ്ട് ലോൺ പെയർ ഇക്വറ്റോറിയൽ പൊസിഷനിലല്ലേ വന്നിരിക്കുന്നേ. ഓക്കെ, അപ്പോൾ ഇവിടെ റിപ്പൽഷൻ കുറച്ച് കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയും സ്ട്രക്ചർ 1 ഈസ് ദി മോസ്റ്റ് സ്റ്റേബിൾ സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, ദിസ് ഈസ് ബിക്കോസ് both loan pairs are coming in equatorial position. When compared to other two structures, they have to suffer less repulsion. That's why structure 1 is more stable than the other two structures. ഈ മോളിക്കുലർ ജോമെട്രി നമ്മൾ പറയുന്നത് ടി ഷേപ്ഡ് എന്നാണ് പറയുക. ടി ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ ഒരു ടി, ഇംഗ്ലീഷ് ലെറ്റർ ടി പോലെ ഇരിക്കും. അതുപോലെ ടി ഷേപ്ഡ് മോളിക്കുൾ എന്ന് പറയും. ടി ഷേപ്പ്, geometry of the molecule is T-shaped. Okay, ഇതാണ് ClF3. ഇപ്പോൾ ClF3 AB3 E2 ടൈപ്പ് മോളിക്യൂൾ ആണ്. ഇപ്പോൾ ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ എഴുതുക, ബോണ്ട് പെയറും ലോൺ പെയറും കണ്ടുപിടിക്കുക. 3 AB3 എന്ന് പറഞ്ഞാൽ 3 ലോൺ പെയർ, 3 ബോണ്ട് പെയർ ആൻഡ് 2 ലോൺ പെയർ. ഇക്വറ്റോറിയൽ പൊസിഷനിലായിട്ടും ലോൺ പെയറിൻ്റെ പൊസിഷൻ മാറ്റി 3 സ്ട്രക്ചർ വരച്ചു നോക്കുക. ആദ്യം 2 ലോൺ പെയർ ഇക്വറ്റോറിയൽ പൊസിഷനിൽ കൊടുക്കുക, പിന്നെ ഒരു ലോൺ പെയറും ഇക്വറ്റോറിയൽ, ഒരു ലോൺ പെയർ ആക്സിയൽ കൊടുക്കുക, പിന്നെ 2 ലോൺ പെയറും ആക്സിയൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം വരച്ച സ്ട്രക്ചറാണ് കൂടുതൽ സ്റ്റേബിൾ. അതിന് കാരണം 2 ലോൺ പെയറും ഇക്വറ്റോറിയൽ ആയത് കാരണം അതിന് ലെസ് റിപ്പൽഷൻ ആണ്. മറ്റ് 2 സ്ട്രക്ചറിലും റിപ്പൽഷൻ കൂടുതലായിരിക്കും ബോണ്ട് പെയർ ആയിട്ട്. ഓക്കെ, സോ അങ്ങനെ പറയാം. സോ സ്ട്രക്ചർ 1 ഈസ് മോർ സ്റ്റേബിൾ ബിക്കോസ് ബോത്ത് ലോൺ പെയർസ് ആർ കമ്മിങ് ഇൻ ദി ഇക്വറ്റോറിയൽ പൊസിഷൻ. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിന് ലെസ് റിപ്പൽഷനെ സഫർ ചെയ്യേണ്ടി വരുന്നുള്ളൂ. പിന്നെ ജോമെട്രി ഓഫ് ദ മോളിക്യൂൾ എന്ന് പറയുന്നത്
ടി ഷേപ്ഡ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഏതൊക്കെ ടൈപ്പ് റിപ്പൽഷൻ ഉണ്ട്? രണ്ട് ലോൺ പെയർ ഉള്ളത് കാരണം ലോൺ പെയർ റിപ്പൽഷൻ ഉണ്ട്. ദെൻ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ഉണ്ട്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ റിപ്പൽഷൻ. ഈ പോയിന്റ് നോട്ട് ചെയ്ത് വയ്ക്കും. നമ്മളുടെ സെൻട്രൽ ആറ്റത്തിൽ ലോൺ പെയർ വരുന്ന മോളിക്യൂൾസിന്റെ സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ AB3 E2 ടൈപ്പാണ് ClF3. താങ്ക് യു ചിൽഡ്രൻ.